അപ്പോൾ ഈ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഒരാൾ എന്തായാലും കാണും. ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവരെന്തായാലും നമ്മളെ അടുത്ത് ഫീൽ ചെയ്യും. നമ്മളെ ലെഫ്റ്റ് സൈഡിലോ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിലോ എവിടെയെങ്കിലും നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ഇപ്പോൾ ഏഞ്ചൽസ് വന്നതാണ്. ചിലപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അധികം നമ്മൾ നൈറ്റിലെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും, അതായത് ഫ്രാഗ്രൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെ ആ ഒരു പ്രസൻസാണ്. അധികം അതുണ്ടാവലുണ്ട് നൈറ്റിൽ ഈ ഫ്രാഗ്രൻസ്. ഈ കാണുന്നത് ഏത് രൂപത്തിലായിരിക്കും കാണുന്നത്? ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ചിലപ്പോൾ അവർക്ക് കിട്ടാണ്ട് വരുമല്ലോ, ഈ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ നിരാശയോടുകൂടി പോയിട്ടുള്ളവർ ഉണ്ടോ, അതോ അവരെ വീണ്ടും വരാൻ പറയുമോ? ഇല്ല, എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ലൈവായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ലൈവും ഓൺലൈൻ ചെയ്യാം. ഞാൻ ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം നെറ്റിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയൽ മാത്രമേ അവർ കേൾക്കൂല. പിന്നെ ഇയാളെ അടുത്തയാളെ ഫോൺ വിളിച്ചിട്ട് വേണം ഇയാളെ എഴുന്നേൽപ്പിക്കാൻ. അല്ല, കിടന്നു ചെയ്യൂല, ഒരു ഇരുന്നിട്ടാ ചെയ്യാം. കിടന്നു കഴിഞ്ഞാൽ ആള് നേരെ ഉറങ്ങിക്കളയും, ഡെൽറ്റയിലേക്ക് പോകും. പിന്നെ ഇരിക്കാൻ കുറച്ച് റിക്ലൈൻ ആയിട്ട് ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുക, അതാണ് ബെസ്റ്റ്. ഡിസ്റ്റർബൻസ് വരാത്ത രീതി. മൈക്ക് അടുത്ത് വെക്കണം, കാരണം നമ്മളിന്ന് സംസാരിക്കുന്ന നമുക്ക് കേൾക്കണമല്ലോ. കാരണം അവരവിടെ കാണുന്നത് ഇവിടെ പറയും. ഇയാൾക്ക് അത് ഓർമ്മയുണ്ടാവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കുട്ടി ഉറക്കിലേക്ക് പോകുമ്പോൾ ആ ലൈറ്റ് കണ്ടു എന്ന് പറഞ്ഞത്. പിന്നെ കുട്ടിക്കൊന്നും ഓർമ്മയില്ല. എഴുന്നേൽക്കുന്ന സമയത്താണ് കണ്ണ് തുറന്നപ്പോഴാണ് ആ ഒറ്റ ഒരു ലൈറ്റ് കണ്ട് അതിൽ പോയി എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഇത് മൈക്ക് ഞാൻ കേട്ടില്ലെങ്കിൽ ഇതെങ്ങനെ അറിയാൻ പറ്റും ഇവരെന്താ പറഞ്ഞതെന്ന്? വെറുതെ ആയി പോകില്ലേ. അപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ശരിക്ക് ഇല്ല, ആകാശിക്ക് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്നതല്ല, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റീഡ് ചെയ്യപ്പെടേണ്ട ആളൊന്നും ചെയ്യേണ്ട, ചെയ്യുന്ന ആൾ ചെയ്യുന്ന ആൾ. അത് ഓൺലൈനായിട്ട് ചെയ്യാം. അത് ഏതെങ്കിലും സമയത്ത് ചെയ്യല്ലേ. ഇത് ശരിക്കും നമ്മളൊരു 2 മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നല്ല, ഈ ആളെ പൾസ് നോക്കണം. ഈ പോകുന്ന ആളെ പൾസ് നേരെ താഴത്തേക്ക് വരും. ഒരു 30 റിലാക്സ് ആകുമ്പോൾ പൾസ് ഡൗൺ ആവും. ഒരു 35 അതിലെല്ലാം ഇങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അത് ജസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ എന്താ പറയുക, ഹാർട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബീറ്റ്, നമുക്ക് മനസ്സിലാവും ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അവരെ കാമാക്കണം. നമ്മൾ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചക്ര ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻറ്റിറ്റീസ് പൊസഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് കിട്ടാൻ പാടായിരിക്കും. ഇവരാ മുഖം ചേഞ്ച് ആവും. ഈ കിടക്കുന്ന ആളെ എൻറ്റിറ്റീസ് ഉണ്ടെങ്കിൽ ഇവരെ മുഖം ചേഞ്ച് ആയി ഇവർ വേറെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാവും. സാധാരണ ഇത് വെച്ചിട്ട് PLR ലാങ്കിൽ അങ്ങനെ വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ആളെ തിരിച്ചു കൊണ്ടുവരിക. അതിനും വേറെ ഇതില്ല. പക്ഷേ നമ്മളിപ്പം മാഗ്നറ്റിസം അല്ലെങ്കിൽ ഈ എൻറ്റിറ്റീസ് റിമൂവലെല്ലാം പഠിച്ച ആൾക്കാർക്ക് അവിടെ നിന്ന് തന്നെ അതിനെ ഏഞ്ചൽസിനെ കൊണ്ട് അവിടെ നിന്ന് തന്നെ അതിനെ ഒഴിവാക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ജാപ്പനീസ് മാഗ്നറ്റിസത്തിലും ഈ ഏഞ്ചൽസിനെ യൂസ് ചെയ്തിട്ട് തന്നെയാണ്, ഇവോക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ. അല്ല, ജാപ്പനീസ് മാഗ്നറ്റിസം എന്ന് പറയുന്നത് അതൊരു വേറൊരു മൊഡാലിറ്റിയാണ്. അതൊരു എന്താ പറയുക, അതിനെപ്പറ്റി നിങ്ങൾ ഓൺലൈനിലൊന്നും അടിച്ചു നോക്കിയാലൊന്നും ഇങ്ങനെ മനസ്സിലാക്കാം. കാരണം അത് വാമൊഴിയായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു വരുന്ന ഒരു ക്ലാസ് പരമായിട്ട് പഠിപ്പിച്ചു വരുന്ന ഒരു സിസ്റ്റമാണത്. അതിൽ നിങ്ങളിപ്പം കാണുന്നുണ്ടാവും വീഡിയോയിൽ ഇങ്ങനെ ആളിങ്ങനെ മറിഞ്ഞു പോകുന്നത്, ഇങ്ങനെ വീഡിയോയിൽ ഉറക്കുന്നത്. ശരിക്ക് അതൊന്നും അതിൻ്റെ ഇതല്ല. ജാവാനീസ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ ഡിവൈൻ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ കാണുന്ന അധികം ജാവാനീസ് അല്ല, മോഡേൺ മാഗ്നറ്റിസമാണ്. അത് ഫ്രാങ്ക് ആൻറ്റൺ മെസ്മറിന് കേട്ടിട്ടില്ല. മെസ്മറിന് ശേഷം അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മെസ്മറിസം കൂടി മിക്സ് ചെയ്തിട്ടില്ലാണ് ഇപ്പോൾ കാണുന്ന ജാവാനീസ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ജാവാനീസ് മാഗ്നറ്റിസത്തിൽ ഈ പറഞ്ഞൊന്നല്ല, ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഡയറ്റുമായിട്ട് കണക്ട് ചെയ്യും എനർജി. അതായത് നമ്മളിപ്പോൾ അതിൽ കോളിങ് ചെയ്യുന്ന 21 മന്ത്രസ് കോൾ ചെയ്യുന്നതാണ്. പക്ഷേ ശരിക്കും ജാവാനീസ് മാഗ്നറ്റിസത്തിൽ നമ്മളൊരു ഡയറ്റിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദേവത ഉണ്ടാവുമല്ലോ, ആ ദേവത നമ്മളൊരു 11 ദിവസം ഈ എനർജി ആയിട്ട് കമ്പൈൻ ചെയ്യണം. അതുമാത്രമല്ല, നമ്മൾ ഈ എനർജീനെ അയക്കാൻ വേണ്ട ഒരു സ്ഥലമായിട്ട് നമ്മൾ കോൺട്രാക്ട് ചെയ്യണം. ഒരു അമ്പലമായിരിക്കും, പള്ളിയായിരിക്കും, അതുമായിട്ട് നമ്മളൊരു 11 ദിവസം കോൺട്രാക്ട്, അവരോട് അനുവാദം ചോദിക്കണം, ഞാൻ ഇവിടത്തേക്ക് അയച്ചോട്ടെ എന്ന്. അത് അവിടെ എത്തിയിട്ട് അത് ഇല്ലാണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ഇതെല്ലാം ചെയ്യണം. ഇതൊരു പ്രാക്ടീസ്, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറ്റുക. എന്നാലാണ് അത് വർക്ക്, അത് നമുക്ക് ദോഷമില്ലാണ്ട് വർക്ക് ചെയ്യാം. മറ്റേത് ഹീലിംഗ് എല്ലാവർക്കും നടക്കും. കുറച്ച് ആചാരങ്ങൾ അത് കൂടുതലാണ്, അതിൽ കുറച്ച് ആചാരങ്ങൾ കൂടുതലാണ്. ഇത് വർക്ക് ചെയ്യിക്കാനില്ല, ഇത് കൂടുതൽ. മോഡേൺ മാനസ് ഒന്നുമില്ല. അറ്റോൺമെന്റ് എടുത്ത് അടുത്ത ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ വർക്കിലേക്ക് കൊണ്ടുപോകാം, എല്ലാം ചെയ്യാൻ പറ്റും. ഫാസ്റ്റാണ്. എൻഡ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇത് ഹീലിംഗ് ആണ്. ഒന്നും മോശമല്ല, എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ ഓരോന്നും ഓരോ ടൈപ്പാണ്.
പക്ഷേ ഇതിൻ്റെ കുറച്ച് മുകളിലെത്തിയത് എന്ന് പറയുമ്പോൾ ഗണ്ഡം എന്ന് പറയും. ഈ ജാവാനീസ് മാഗ്നറ്റിസം. അപ്പോൾ ഈ ഗണ്ഡം പഠിക്കണമെങ്കിൽ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ജാവാനീസ് മാഗ്നറ്റിസം. അത് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഗണ്ഡം പഠിപ്പിച്ചു. ഇന്തോനേഷ്യയിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. മാഗ്നറ്റിസം പോലത്തെ ഇത് പഠിച്ചതിന് ശേഷമാണ് ഗണ്ഡം പഠിപ്പിച്ചു. ഗണ്ഡം എന്ന് വെച്ചാൽ കുറച്ച് ഹയർ ആയിട്ടാണ്. നമ്മുടെ പ്രപഞ്ചശക്തി, പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് നമ്മൾ എനർജി വലിച്ചെടുക്കുക. അത് ചെയ്യുന്നതാണ് ഗണ്ഡം. അത് കുറച്ച് ഹയർ ആയിട്ടില്ല. പഞ്ചഭൂതങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വെള്ളം കൊണ്ട് നമ്മൾ നമുക്ക് വെള്ളം ചാർജ് ചെയ്യാം. ഇത് എല്ലാ മൊഡാലിറ്റിയിലും വെള്ളം ചാർജ് ചെയ്യുന്ന സംവിധാനം ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു മൊഡാലിറ്റിയും പഠിച്ചില്ല. ഇപ്പം നിങ്ങളെ വീട്ടിൽ ഒരാൾ പെട്ടെന്ന്, ഇപ്പം നമ്മളെ വീട്ടിലെ ആൾക്കാർ, വയസ്സായ ആൾക്കാരുണ്ടാവും, നിങ്ങൾക്ക് ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിച്ചോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു ദേവതേനെ ആരാധിക്കുന്നുണ്ടാവുമല്ലോ, ഏത് മതവും ആയിക്കോട്ടെ. അപ്പം നമ്മൾ വെള്ളം എടുക്കുക, വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ വായുടെ അടുത്തേക്ക് പിടിക്കുക. എന്നിട്ട് ഈ എന്താണോ നിങ്ങൾ മന്ത്രം, നല്ലോണം നിങ്ങൾ ദിവസം ഉപയോഗിക്കുന്ന മന്ത്രം ഏതാണ്, ഇപ്പം നമ്മൾ ജീസസ് ക്രൈസ്റ്റ് ആയിക്കോട്ടെ, നമശിവ ആയിക്കോട്ടെ, ഏതാ മന്ത്രം, അത് പരമാവധി ഒരു 108 ടൈംസ് ആ പേര് ചാൻറ്റ് ചെയ്യുക. ചാൻറ്റ് ചെയ്യുക, വെള്ളം എടുത്ത് വെച്ച് ആ പേര് ചാൻറ്റ് ചെയ്യുക. ചാൻറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് ചാൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വെള്ളത്തിലേക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ആ പ്രാണോർജ്ജം അതിലേക്ക് വരാൻ വേണ്ടി അത് വെച്ചിട്ട് പിന്നെ കൈ വെച്ചിട്ട് അതിനൊന്ന് ഇത് ചാർജ് ആവട്ടെ, നമ്മൾ ഇൻറ്റൻഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് തരുന്നുണ്ടെങ്കിൽ ഇന്നയാൾക്ക് ഇത് കുടിച്ചിട്ട് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന രീതിയിൽ വെക്കുക. ഇത് കുടിച്ച് നോക്കിയാൽ അത് മതി. എല്ലാവർക്കും, നമ്മളെ മനുഷ്യർക്കെല്ലാം ഒരു കഴിവുണ്ട്, ഉള്ളിലൊരു കഴിവുണ്ട്. ഇത് എടുക്കാത്തത് കൊണ്ടാണ്. ഇതിപ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കാനല്ല, നമുക്ക് സ്വന്തമായി ചെയ്യാം. ഒന്നും ഇല്ലാത്ത രാവിലെ എഴുന്നേറ്റിട്ട് ഈ വെള്ളം നമ്മുടെ വെറും വയറ്റിൽ കുടിച്ചാൽ മതി. എന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തോന്നും, ഓ നമുക്ക് ഇത്രയും കഴിവുണ്ടോ എന്നായിരിക്കും. കാരണം എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷേ ഇത് എവിടെ ഉപയോഗിക്കണം എന്നായിരിക്കും അറിയില്ല. ചില ആൾക്ക്, ഞാൻ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുമ്പോൾ അവർ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന ആളായിരിക്കും. റേക്കിയെല്ലാം പഠിക്കാൻ വരുമ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ വരുന്ന ആളായിരിക്കും. പക്ഷേങ്കിൽ അവർ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര, അറ്റ്യൂൺമെൻറ്റ് കൊടുക്കുമ്പോൾ മനസ്സിലാവും, ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും എന്തെങ്കിലും പഠിച്ചു, ഒന്നും പഠിച്ചില്ല എന്ന് പറയും. അത് പാസ്റ്റ് ലൈഫ് ഒന്ന് കൊണ്ടുവന്നേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കരമായ ഇതുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. നമ്മൾ ഏഞ്ചൽ ഹീലിങ്ങിൻ്റെ ക്ലാസ്സസ് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹീലിംഗ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഈ ചെയ്യുന്ന ഹീലർക്കായിരിക്കും കൂടുതലും മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു ഹീലിംഗ് കിട്ടുന്ന വ്യക്തിക്കും ചിലപ്പോൾ ഒരു അനുഭവം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സമയങ്ങളിൽ അവർക്ക് ആ ഏഞ്ചൽസ് പ്രസൻസ് പല രൂപത്തിൽ, ചിലപ്പം ഒരു തൂവലിൻ്റെ രൂപത്തിലോ ബട്ടർഫ്ലൈസിൻ്റെ രൂപത്തിലോ തുമ്പിയുടെ രൂപത്തിലോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അങ്ങനെ പറയാം, ചില ഹിൻസ് കൊടുക്കാറുണ്ട്. എങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ ചില ലൈറ്റ്സ്, കളേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടാലും നമുക്ക് ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ താങ്കൾ കണ്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ താങ്കൾക്ക് ഫീൽ ചെയ്ത ഏഞ്ചൽസിൻ്റെ പ്രസൻസ് കൊണ്ടുവന്ന ആ ഒരു അനുഭവം പറയാമോ? ഏഞ്ചൽസ് ഏത് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏഞ്ചൽസെ കണക്ട് ചെയ്യില്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു രൂപം നമ്മൾ കാണും. ഇനിയിപ്പം ഒരു ഏഞ്ചൽ ഹീലിംഗ് പഠിക്കാത്ത ആൾക്കാരും കണ്ട എത്രയോ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. ഏഞ്ചൽ നമ്പേഴ്സും ഉണ്ടല്ലോ അതുപോലെ. ഏഞ്ചൽ നമ്പേഴ്സ് അതൊരു നമ്പേഴ്സാണ്, ഡിവൈൻ കോഡ്സ് ആണ്. ആ കോഡ് വെച്ചിട്ട്, അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ എപ്പോഴും ഈ കോഡ്സ് ഇങ്ങനെ ഇടും, ഡിവൈൻ കോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ജോബിന് വേണ്ടിയിട്ട്. അപ്പം പലരും ഇന്നലെ ഇന്നലെ ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നതാണ്. അപ്പം അവർ ഇതിങ്ങനെ എഴുതും, കൈക്കാന്ന് ഇവിടെ എഴുതുന്നുണ്ട് ലെഫ്റ്റ് റെസ്റ്റിൽ. അപ്പോൾ ഓരോ കാര്യത്തിന് എഴുതിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ നടന്നതായിട്ട്, അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ഒരാൾ എന്തായാലും കാണും. ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവരെന്തായാലും നമ്മളെ അടുത്ത് ഫീൽ ചെയ്യും. നമ്മളെ ലെഫ്റ്റ് സൈഡിലോ ബ്രെയിനിൻ്റെ റൈറ്റ് സൈഡിലോ എവിടെയെങ്കിലും നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഏഞ്ചൽസ് വന്നതാണ്. ചിലപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അധികം നമ്മൾ നൈറ്റിലെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും, അതായത് ഫ്രാഗ്രൻസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവരെ ആ ഒരു പ്രസൻസാണ്. അധികം അതുണ്ടാവലുണ്ട് നൈറ്റിൽ, ഈ ഫ്രാഗ്രൻസ്. ഈ കാണുന്നത് ഏത് രൂപത്തിലായിരിക്കും കാണുന്നത്? ശരിക്കും എനർജിക്കൊരു ഫോം ഇല്ലാന്ന്, ഏഞ്ചൽസിനൊരു ഫോം ഇല്ല. നമ്മൾ ചിത്രത്തിൽ കാണുന്ന ചിറകെല്ലാം വെച്ച് ഇതെല്ലാം വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫോമാണ്. എനർജി എന്ന് പറയുന്ന ഫോംലെസ് ആണ്, അതൊരു ലൈറ്റ് രൂപത്തിൽ. ഏഞ്ചൽസ് എല്ലാം പ്രകാശരൂപികളാണെന്ന് പറയുന്നത്. ലവ് ആൻഡ് ലൈറ്റ്, അതിൽ സ്നേഹവും ലൈറ്റും മാത്രമേ ഇല്ല, വേറെ ഇല്ല. ഏഞ്ചൽസിന് വേറെ ഒരു ഇതില്ല. ആ ലൈറ്റിന് ഓരോ കളേഴ്സ് വരും, ഡിപ്പെൻസ് ആണ്. ഓരോ ഏഞ്ചൽസിന് ഓരോ കളേഴ്സാണ്. അപ്പോൾ ആ ലൈറ്റ്, ലവ് ആൻഡ് ലൈറ്റ് എന്ന ഏഞ്ചലിനെ ശരിക്കും പറയാം. ലവ് ആൻഡ് ലൈറ്റ് ഓൺലി, ഈ രണ്ട് സാധനം അതിലില്ലോ. അതിന് വേറെ ഒരു സ്വഭാവ കാര്യങ്ങൾ, ലവ് ഉണ്ട് ലൈറ്റും ഉണ്ട്. അത് വെച്ചിട്ട് അതുകൊണ്ടാണ് അവർ ആ പവർഫുൾ ആകുന്നത്. അപ്പം നമ്മൾ ലവ് ആൻഡ് ലൈറ്റ് ആകുമ്പോൾ എത്രത്തോളം നമ്മൾ ലവ് ആൻഡ് ലൈറ്റ് ആവുമോ അത്രത്തോളം നമ്മൾ ഏഞ്ചൽസുമായി കണക്റ്റ് ആവും. ഇത് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അധികം മെഡിറ്റേഷൻ ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ യൂട്യൂബിൽ
ജസ്റ്റ് നമ്മൾ കണ്ണടച്ചിരിക്കുക, എന്നിട്ട് ഒരു ഏഞ്ചലിൻ്റെ പേര് വിളിക്കുക, നിങ്ങളെ പ്രസൻസ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പറയണം ഈ ഏഞ്ചലിനെ മാത്രമേ ഞാൻ വിളിക്കുന്നില്ലോ എന്ന്. നമ്മളിപ്പം ഇപ്പോൾ റേക്കി, നമ്മളിപ്പോൾ ഉസൂയി റേക്കി ചെയ്ത് റേക്കി നമ്മൾ റേക്കി എനർജീനെ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാണോർജം എന്നാ റേക്കിൻ്റെ ഫുൾ നെയിം. ഏതെങ്കിലും ഒരു പ്രാണോർജ വരിക. ഡോക്ടർ ഉസൂയി ചെയ്ത ആ എനർജി തന്നെ ആവണം എന്നില്ല. നമ്മൾ റേക്കി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരുണ റേക്കി കണക്റ്റ് ആവും, ചിലപ്പം ജീസസ് ക്രൈസ്റ്റിൻ്റെ റേക്കി കണക്റ്റ് ആവും. അങ്ങനെ ഏതെങ്കിലും ഒരു റേക്കിയാണ് നമ്മളെ ആ സമയം. ബുദ്ധൻ്റെ റേക്കി ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും ഗോഡിൻ്റെ റേക്കി ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു റേക്കി നമ്മളൊരിക്കലും നമ്മളിപ്പം കൊടുക്കും പ്രാണോർജം ഏതെങ്കിലും വരിക. നമ്മളിപ്പോൾ ഈ സാധാരണ എല്ലാവരും ചെയ്യുന്നില്ലേ റേക്കി. റേക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് റേക്കി, കൊടാനുകൂടി റേക്കി ഉണ്ട്. ഏതെങ്കിലും റേക്കി വന്നിട്ട് കണക്റ്റ് ആകുക. നമ്മുടെ ഉസൂയി റേക്കി തന്നെ ആവണമെന്നില്ല, നിങ്ങൾ കൊടുക്കുന്ന എന്തോ ഉറപ്പ് ഉസൂയി റേക്കി ആണെന്നില്ല. ഏതെങ്കിലും ഒരു റേക്കി നമ്മൾ കണക്റ്റ് ആവും. അപ്പോൾ ആ റേക്കി വെച്ചിട്ട് നമ്മൾ ഹീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവോക്ക് ചെയ്യുന്ന വെച്ചിട്ടല്ലേ നമ്മളിപ്പം പ്രാർത്ഥിക്കുമല്ലോ, ഒരു പ്രയറൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ റേക്കി ഉസൂയി റേക്കിയാണ്. ഉസൂയി റേക്കി എന്ന് പറയുന്നത് അത് പറയുമ്പോഴാണ് വരിക. നമ്മൾ സാധാരണ വെറും റേക്കി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റേക്കിയാണ് വരിക. ഇപ്പൊ കരുണ റേക്കി എന്ന് പറഞ്ഞാൽ കരുണ റേക്കി വരും, ഉസൂയി റേക്കി എന്ന് പറഞ്ഞാൽ ഉസൂയി റേക്കി വരും. മനസ്സിലായി? ജീസസ് ക്രൈസ്റ്റിന്റെ റേക്കി എന്ന് പറഞ്ഞാൽ ആ റേക്കി വരും. അപ്പം ഇതിൽ ഏറ്റവും നല്ലൊരു സിമ്പിൾ ആൻഡ് പവർഫുൾ ആയ ഒരു ടൂളാണ് ജീസസ് ക്രൈസ്റ്റ് റേക്കി. കാരണം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ടച്ച് ഹീലിങ്ങിൻ്റെ ആളാണ്. ശരിക്കും ഡോക്ടർ ഉസൂയിൻ്റെ ലൈഫിലും ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഹീലിംഗ് മൊഡാലിറ്റിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. കാരണം ഏതൊരു സ്റ്റുഡൻറ്റ് അത് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം ഇതിന് തിരഞ്ഞു നടന്നത്. കാരണം ജീസസ് ക്രൈസ്റ്റ് എങ്ങനെ ടച്ച് ചെയ്തിട്ട് ഹീൽ ചെയ്തതെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം തേടിയിട്ടാണ് ഈ റേക്കി കണ്ടെത്തിയെന്ന് പറയുന്നത്. പിന്നെ കാരണം എനർജി ഒരിക്കലും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എനർജി ഫിസിക്സ് പറഞ്ഞ് എനർജി നൈദർ ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. അപ്പോൾ ഈ നമ്മളീ പറയുന്ന ഒരാളെ ബോഡിയിൽ നിന്ന് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്ത് അതിനെ ഇത് ചെയ്യാൻ പറ്റൂല. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഒരിടത്തേക്ക് പറഞ്ഞു വിടുക. എവിടത്തേക്ക് പറഞ്ഞു വിടും നിങ്ങൾ? അപ്പോൾ നിങ്ങളെ ബോഡിയിൽ നെഗറ്റീവ് എനർജി ഉണ്ട്, നിങ്ങൾ എവിടത്തേക്ക് പറഞ്ഞു വിടും? അതിനെ യൂണിവേഴ്സിലേക്ക് പറഞ്ഞു വിട്ടാൽ നമ്മളൊരു ലോ ഉണ്ട്, യൂണിവേഴ്സിൽ എന്ത് കൊടുത്താലും അത് 10 മടങ്ങായി നമ്മളിലേക്ക് തിരിച്ചു വരും. നല്ലത് കൊടുത്താലും മോശം. നമ്മളിതിനെ യൂണിവേഴ്സിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ അടുത്തേക്ക് തന്നെ വരും പിന്നീട് എപ്പോഴെങ്കിലും. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? ഇതിൻ്റെ ഫോം മാറ്റുക. ഇതിനെ ബ്ലെസ്സിങ്സ് മോഡലായി കഴിഞ്ഞാൽ അപ്പം ബ്ലെസ്സിങ്സ് ആയിട്ടാണ് പോവുക. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചടി വരുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മളിതങ്ങ് ഒഴിച്ചു വിടും, പക്ഷെ ഇതെന്താ ചെയ്യുന്നതെന്നില്ല നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എപ്പോൾ നെഗറ്റിവിറ്റിയോട് കളിക്കുമ്പോൾ എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു. അപ്പം ഈ റേക്കി പഠിച്ചു കഴിയുമ്പോൾ പ്രധാനമാണ് നമ്മളതിനെ എങ്ങനെയാണ് നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ നമ്മളെ. റേക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹീലിംഗ് മാത്രമല്ല, അതിൻ്റെ പുറമെ കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ഹീൽ ചെയ്യുമ്പോൾ നമ്മളൊരു വീട്ടിലിരുന്നിട്ട് ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുകാർ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം ഇവരിൽ നിന്ന് റിലീസാവുന്ന എനർജി അത് എവിടത്തേക്കാണ് പോകുക എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മയായിരിക്കും ലോവർ ആയിട്ടുള്ള എനർജി, അപ്പോൾ അമ്മക്ക് കൊടുക്കും, മക്കളായിരിക്കും മക്കൾക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് കുറച്ച് പ്രൊസീജിയർ റൂൾസ് പഠിക്കാനുണ്ട്. ഹീലിംഗ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഹീലിംഗ് പഠിച്ച അറ്റോൺമെൻറ്റ് കിട്ടിയ എല്ലാവർക്കും ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ആർക്കും ഒരു ഇതില്ല ഹീൽ ചെയ്യാൻ പറ്റാത്തൊന്നുമില്ല, എല്ലാവർക്കും ഹീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആൾക്ക് കഴിവ് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? അവരെ ഹാർട്ട് ചക്ര ലൈനിൽ പവർ ഉണ്ടാവും. നിങ്ങളും ഹാർട്ട് ചക്ര പവറാക്കിയാൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട് എനർജി ഹാൻഡിൽ ചെയ്യുന്നതിന്. അത് നല്ലൊരാളെ കണ്ടെത്തുക, അയാളടിക്കൊന്ന് പഠിക്കുക റേക്കി. ഇങ്ങനെ യൂട്യൂബിൽ ഇതൊന്നും കണ്ടിട്ടൊന്നും റേക്കി കൊണ്ടൊന്നും കളിക്കാനേ പാടില്ല. അത് ഭയങ്കര നമ്മളെ കുഴി തന്നെ നമ്മൾ തോണ്ടുന്ന പോലെയാണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ ഫ്രീ എനർജി ഹീലിംഗ്സ് ഒക്കെ. ഫ്രീ എനർജി അവരെന്ത് ഉദ്ദേശത്തിലാന്ന് ചെയ്യുന്നത് നമുക്കറിയോ? ഇല്ലല്ലോ. ഇപ്പം ഞാനൊരു ഹീൽ ചെയ്യുക, ഒരാളെ ഹീൽ ചെയ്യുമ്പോൾ ഞാനെന്താ വിചാരിക്കുന്നത്? നിങ്ങളെ ഇപ്പോൾ റിലേഷൻഷിപ്പാന്ന് വെച്ചോ, റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്ന ഞാനത് മൈൻഡിൽ വെക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പും അടുത്ത വീട്ടിലെ ആളതെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ ആ എനർജി എല്ലാം നിങ്ങളിലൂടെ ഇയാളിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ ഹീൽ ചെയ്യപ്പെടുന്ന ആൾക്ക് നിങ്ങളെ മൈൻഡിൻ്റെ ഇത് ഇവിടത്തേക്ക് പോകും. നിങ്ങൾ പോസിറ്റീവ് ചിന്തിച്ചാൽ അത് പോസിറ്റീവ് പോകും, നെഗറ്റീവ് ചിന്തിച്ചാൽ ആ നെഗറ്റീവാണ് ഹീലിംഗ് പോവുക. അപ്പോൾ ഈ ചെയ്യുന്ന ആൾ എന്ത് ഉദ്ദേശത്തോടെ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്ക് ചില സമയം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളായിരിക്കും, പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. കാരണം നമ്മൾ ചക്ര ബ്ലോക്കേജ് ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എനർജി മേഖലയിൽ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. ഇപ്പം എൻ്റെ അടുക്കെന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്, എവിടെ ആയാലും നിങ്ങൾ നല്ല രീതിയിൽ
നല്ല A to Z പഠിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഗുണം. പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. പിന്നെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇത്തരം ഹീലിങ്സ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും റിസീവ് ചെയ്യുന്ന വ്യക്തിയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി അല്ല. എന്താ പറഞ്ഞാൽ ഫുഡ് ഹാബിറ്റ്സ് വരുന്നത് അധികം നമ്മുടെ ഫുഡ് സാത്വികമായതും ഇതായിട്ട് ഇപ്പം നമ്മളെ ബോഡിക്ക് രണ്ടും ആവശ്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. പക്ഷേങ്കിൽ ഈ എന്തുകൊണ്ടാണ് നോൺ വെജ് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിയെ ഒരിക്കലും കൊല്ലുന്ന സമയത്ത് അത് സന്തോഷത്തോടുകൂടി ഒരിക്കലും അത് നിൽക്കില്ല. അപ്പോൾ അത് പേടിച്ചുകൊണ്ടാണ്. അപ്പോൾ അതൊരു കെമിക്കൽ ആ ഫ്ലഷിലുണ്ടാവും, അതിൻ്റെ ഇറച്ചിലുണ്ടാവും. അത് നമ്മൾ എവിടെയാണ് പോയി നിൽക്കുക? നമ്മുടെ സാക്രൽ ചക്രയിലാണ് പോയിട്ട് നിൽക്കുക. നമ്മുടെ ദഹിച്ച് അവിടെയാണല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ സ്വയം സെൽഫ് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ എനർജി കൊടുത്തുകൊണ്ടിരിക്കും. അവിടെ ആ എനർജി ഉണ്ടാകുക, അതവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ ആവില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് വേറെ നമുക്ക് ഇടയ്ക്ക് കഴിക്കുക, അങ്ങനെ ഫുൾ ടൈം ഇതാവാണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഒരു ഹീലർ എന്ന് പറഞ്ഞാൽ എപ്പം ജീവിതത്തിന് ഒരു ചിട്ടയും ഇതുമായിട്ട് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പം നേരത്തെ പറയില്ല, ചിലപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ആകാശി റെക്കോർഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ ചില മൃഗങ്ങളെ അല്ലെ ഇനുമുള്ള ജന്മത്തിൽ ഏതെങ്കിലും ആനിമൽസ് ആയിട്ടൊക്കെ ഉണ്ടാവുന്നു. അപ്പം അങ്ങനെ ഈ വേദന അനുഭവിച്ച ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിലുണ്ടാവും. ഈ പാസ്റ്റ് ലൈഫിൽ ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ മൃഗങ്ങളെ രീതിയിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പം ചില സമയത്ത് അവിടെ നിന്നില്ല ഒരു ഇത് അവരുടെ റിപ്ലൈ കിട്ടണമെന്നില്ല. ചിലപ്പോൾ അതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവുക. അങ്ങനെയെല്ലാം ചില സമയത്ത് സൈലന്റ് ആവും. അന്നേരമാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, റിപ്ലൈ കിട്ടൂല. കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് അടുത്ത വേറെ ലൈഫിലേക്ക് കൊണ്ടുപോകും. വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രോബ്ലം ഒരു ലൈഫിലെ മാത്രമായിരിക്കില്ല, മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അടുത്തതിലേക്ക് ജമ്പ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഉണ്ടാവും. അല്ലാതെ നമ്മൾ വെറുതെ വെറുകയോടുകൂടി പോണ്ടി വരില്ല. ഇല്ല, എന്തെങ്കിലും തരത്തില്ല. ചിലപ്പോൾ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടുവരും, അടുത്ത സെഷൻ കൊണ്ടുപോകും. പറ്റാണ്ടല്ല, എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുമോ? പക്ഷെ നമ്മൾ അതിന് മുമ്പ് കുറച്ച് തയ്യാറെടുപ്പെല്ലാം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പോകും. ഓക്കെ. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ച് പോരുന്നു. ഇനി ഇപ്പം ഇത് എൻ്റെ രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചോദിക്കാനും ഒക്കെ കാണും. അപ്പം താങ്കളുടെ എല്ലാം കൂടുതൽ ഓൺലൈനായിട്ടാണല്ലോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ PLR ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അപ്പം അത് സംസാരിക്കുമ്പം അവരുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അല്ലേ? എല്ലാ ദിവസവും ചെയ്തു പോരുന്നുണ്ടല്ലേ? മിക്ക ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹീലിംഗ് കാര്യങ്ങളായിട്ട് തന്നെ ചെയ്തു പോരുന്നത്. പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പഠിപ്പിക്കുന്നത് ഈവനിങ് അല്ല, ഓൺലൈൻ തന്നെയാണ്. ഡയറക്റ്റ് ചില റേക്കിന്റെ മാത്രം ചില ക്ലാസ്സുകൾ അറ്റോൺമെന്റ് കൊടുക്കുന്നതൊക്കെ അറ്റോൺമെന്റിൽ ഓൺലൈൻ തന്നെ, എല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ ഇങ്ങനെ അവരിങ്ങോട്ട് പറയും ഡയറക്റ്റ് ക്ലാസ് വേണം. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മെൻ്റൽ ഡിപ്രഷൻ ജോലീൻ്റെ ഇതെല്ലാം അനുഭവിക്കുന്ന വിദേശത്തിലെ ആൾക്കാരാണ്. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതലും ഹെൽപ്ഫുൾ ആകുക. എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരും ഈ ദുബായ് അങ്ങനത്തെ ഇതിലുള്ള ആൾക്കാരാണ്. അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര മാറ്റങ്ങളാണ്. അവരെ ജോലിയിലും എല്ലാത്തിലും നല്ല ഇത് വരും. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണമാവുക. അല്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് ഇല്ല എന്നല്ല, അവിടെയാണ് ടെൻഷൻ കൂടുതൽ, ഈ എപ്പോൾ സ്ട്രെസ്സാണ്. അപ്പോൾ അവർക്കാണ് ഗുണം ചെയ്യുക. ഇപ്പം എൻ്റെ അടുക്കെന്നല്ല, എവിടെ നിന്നായാലും പഠിക്കുക. എന്നിട്ട് നമ്മളെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഈ സ്പിരിച്വൽ ഇത്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്യാസിയായി പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ടൂൾ വെക്കുക, നമ്മളെ ലൈഫിൽ മണി, റിലേഷൻ ഇതെല്ലാം കൊണ്ടുവരിക. അപ്പം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പം അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് കൂടുതൽ പേര് ഇതിലേക്ക് വരട്ടെ എന്നില്ല, ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനില്ല. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന പ്രോബ്ലംസ് ആയിട്ടാണ്. നല്ല രീതിയിൽ ആരും ഇതാകുന്നില്ല. പണ്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതെന്താ തിരിച്ചറിയാനുള്ള മാർഗം കുറവായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ഞാൻ തന്നെ എന്തോരം കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് കേട്ടതും. ഇങ്ങനെ ഒരുപാട് പേരെ ഹീലേഴ്സിനെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ച വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ താങ്കളിലേക്ക് ഇനി ഒരുപാട് പേര് എത്തട്ടെ, ഹീലിംഗ് കിട്ടട്ടെ, ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കട്ടെ. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളാരും ഫുള്ളാവുന്നില്ലല്ലോ. റേക്ക് ഞാൻ ഇപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റേക്ക് അത്ര അപ്ഗ്രേഡ് ചെയ്തിട്ടും തീരുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ മാസ്റ്റർ ടീച്ചർ ആയിട്ടും ഞാൻ പിന്നെയും കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത്രയല്ല ഇനിയും ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴും അപ്ഗ്രേഡ്. അപ്പോൾ എന്താ ഞാൻ ഈ പഠിക്കുന്നത് അടുത്ത ഇതിലേക്ക് അടുത്ത ലെവലിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ എത്രത്തോളം വന്ന് നമുക്ക് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പം
നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി. നമസ്കാരം. താങ്ക് യു.